അങ്ങനെ വീണ്ടും കുട്ടികളുമായിട്ടുള്ള ഒരു യാത്ര വയനാട്ടിലേക്ക്. അത് നമ്മുടെ KSRTCയിലാട്ടോ. അങ്ങനെ വയനാട് ചുരമൊക്കെ കയറി ഞങ്ങൾ പോകുന്നത് അമ്പലവയലിലേക്കാണ്. അങ്ങനെ ഞങ്ങൾ താമരശ്ശേരിയിൽ നിന്ന് നേരിട്ട് ഒളകപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇറങ്ങി. മഴ ചെറുതായിട്ട് പെയ്യുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ അമ്പലവയലിലേക്ക് വേറെ ബസ്സിൽ കയറി അവിടുന്ന് ടിക്കറ്റ് എടുത്ത്. കുട്ടികൾക്ക് 35 രൂപയും ഞങ്ങൾക്ക് 70 രൂപയാണ് ടിക്കറ്റ്. ഊട്ടിയിലെ ഫ്ലവർ ഷോ കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിനേക്കാൾ ഏറെ രസകരമായിട്ടുള്ളൊരു പൂക്കളമാണ് ഇവിടെ ഉള്ളതെന്നാണ്, ഫ്ലവർ ഷോ ആണ് ഇവിടെ ഉള്ളതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എല്ലാ വർഷവും ജനുവരി 1 മുതൽ 15 വരെ ഇവിടെ ഉണ്ടാവാറുണ്ട്. തീർച്ചയായിട്ടും ഒരിക്കലെങ്കിലും ഈ പൂപ്പൊലി കാണാൻ പോകണമെന്നാണ് എൻ്റെ ഇത്. ഞാൻ പറഞ്ഞല്ലോ, കോഴിക്കോട് നിന്നും കൊടുവള്ളിയിൽ നിന്നും താമരശ്ശേരിയിൽ നിന്നൊക്കെ നേരിട്ട് ഒളകപ്പാറ വരെ ബസ് ഉണ്ടാവും KSRTC. അത് കഴിഞ്ഞ് അവിടെ നിന്ന് 6 കിലോമീറ്റർ അവിടെ നിന്ന് വീണ്ടും ബസ് ഉണ്ടാവും. അതിൽ കയറിയാൽ മതി സാധാരണക്കാരായിട്ടുള്ള ആളുകളൊക്കെ. പിന്നെ ടിക്കറ്റിന് 70 രൂപ വലിയവർക്കും 35 രൂപ ചെറിയവർക്കും ആയതുകൊണ്ട് തന്നെ ടിക്കറ്റ് എടുത്തത് നമുക്ക് മുതലാവും. അത്രയും കാണാനുണ്ട്. ഒരുപാട് ഏക്കർ കണക്കിന് ഏരിയയിൽ പിന്നെ ഫ്ലവറുകൾ, അതുപോലെ കരടി, കാട്ടുപോത്ത്, പിന്നെ കൃഷിയൊക്കെ ഉണ്ട് അവിടെ. അതുപോലെ മറ്റ് പല കാഴ്ചകളും കാണാൻ കഴിയും. പൂക്കളെ ഇഷ്ടം പോലെ ഉണ്ട്. കാരണം വീഡിയോയിൽ അധികമാവുമെന്ന് വിചാരിച്ചത് കൊണ്ട് മാത്രമാണ് ഞാൻ പൂക്കൾ കൂടുതലും വീഡിയോ ചെയ്യാതിരുന്നത്. അങ്ങനെ കുട്ടികൾക്കും കുടുംബങ്ങൾക്കും ഒക്കെ തന്നെ കാണാനുള്ള ഒരുപാട് കാഴ്ചകൾ, അതുപോലെ കുട്ടികൾക്ക് കളിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ മറ്റ് കാഴ്ചകളുണ്ട്. ഒരു പക്ഷികളെ ലോകം തന്നെ അവിടെ ഒരുക്കിയിട്ടുണ്ട്. ഒരുപാട് തരം പക്ഷികൾ, പ്രാവുകൾ, ഗിനിപ്പന്നികൾ, അങ്ങനെ ഒരുപാട് കാഴ്ചകൾ. അതുപോലെ ഷോപ്പുകൾ, ഒരുപാട് ഷോപ്പുകളുണ്ട്. പിന്നെ ഒരു കാണാനുള്ള മനുഷ്യൻ്റെ കാഴ്ചകൾ. പിന്നെ അത് മാത്രമല്ല കേട്ടോ, ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് കണ്ട ഒരു മനുഷ്യനെ മരിച്ചതിന് നേരെ തന്നെ വെച്ചിട്ടുണ്ട്. ഒരു മരിച്ച മനുഷ്യനെ അങ്ങനെ തന്നെ അതിൻ്റെ മൊത്തം കീറിയിട്ട് ആളുകൾക്ക് കാണാൻ വേണ്ടിയിട്ട്, ഉള്ളിലുള്ള കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഒക്കെ നേരിട്ട് തന്നെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒന്ന് ക്യാമറ ചെയ്യരുതെന്ന് പറഞ്ഞതാണ്. എങ്കിലും ഞങ്ങൾ ഇങ്ങനെ വീഡിയോ ചെയ്യാനാണെന്ന് പറഞ്ഞപ്പോൾ അവർ കുഴപ്പമില്ല എന്നുള്ളൊരിത് പറഞ്ഞതാണ്. അങ്ങനെ ഒരുപാട് കാഴ്ചകൾ തന്നെ ഉണ്ട്. കാരണം ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ കൊടുക്കുന്ന പൈസ വസൂലാകുന്ന ഒരു കാഴ്ചയാണ്. പിന്നെ അവിടെ ഗാനമേളയൊക്കെ രാത്രി അതിനേക്കാളേറെ പരിപാടിയുണ്ട്. രാത്രി 10 മണി വരെയാണ് ഷോ അവസാനിക്കുക. ഞങ്ങൾ വൈകുന്നേരം തന്നെ തിരിച്ചു പോരേണ്ടതുകൊണ്ട് ഞങ്ങൾ തിരിച്ചു പോരുകയാണ്. KSRTC തന്നെ ഞങ്ങൾ വയനാട് ചുരം ഇറങ്ങിയിട്ട് ഞങ്ങളെ ബസ്സിനെ ഞങ്ങളുടെ ഇതിറങ്ങി.